പഠനത്തിനും ജോലിക്കുമായി പെൺമക്കളെ കൊച്ചിയിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പോലീസ്. മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന യുവതികളെ DJ പാർട്ടികളിലെ പാർട്ടി ഗേൾസ് മുതൽ ലഹരി കച്ചവടക്കാർ വരെയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു റാക്കറ്റ് തന്നെ കൊച്ചിയിലുണ്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ആഡംബര ജീവിതം നയിക്കാനും പോക്കറ്റ് മണിക്കും ശരീരം വിറ്റ് കാശാക്കാനുമായി കൊച്ചിയിൽ പാർട്ടി ഗേൾസായി പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ ത്രസിപ്പിക്കുന്ന സംഗീതത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെച്ച് DJ പാർട്ടികളിൽ മദ്യം നുകരാൻ തനിച്ചെത്തുന്ന യുവാക്കൾക്ക് കമ്പനി കൊടുക്കുകയാണ് പാർട്ടി ഗേൾസിന്റെ ജോലി. മണിക്കൂറുകൾ മുതൽ ഒരു രാത്രി വരെ ചെലവഴിക്കാൻ വൻ തുകയാണ് ഇവർ ഈടാക്കുന്നത്. മദ്യപിക്കാനും ബാർ ആംബിയൻസ് ആഘോഷിക്കാനും ആഗ്രഹിച്ചെത്തുന്ന ഗേൾസും കൊച്ചിയിൽ കുറവല്ല. ഇതര ജില്ലകളിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന പെൺകുട്ടികളാണ് പലപ്പോഴും ഈ കെണിയിൽപ്പെട്ടു പോകുന്നത്. പേയിങ് ഗസ്റ്റായും ഹോസ്റ്റലുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ അർദ്ധരാത്രിയിൽ കൊച്ചിയുടെ വൈപറിയാനെത്തി ലഹരിക്കടത്തിലുൾപ്പെടെ പിടിക്കപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണെന്ന് ഉന്നത പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലും വെളിപ്പെടുത്തി. DJ പാർട്ടി നടക്കുന്ന ദിവസങ്ങളിൽ പാർട്ടി ഗേൾസിനെ സെറ്റാക്കി കൊടുക്കാൻ പല ബാർ ഹോട്ടൽ പരിസരത്തും ഏജന്റുമാരുമുണ്ട്. പാർട്ടികളിൽ ഒരുമിച്ച് മദ്യപിക്കാനും നൃത്തം വെക്കാനുമൊക്കെ കൂട്ടിന് തയ്യാറാകുന്നവരാണ് പാർട്ടി ഗേൾസിൽ ഒരു വിഭാഗം. ഇവർക്കൊക്കെ കസ്റ്റമറുടെ ചെലവിൽ മദ്യമോ ഗിഫ്റ്റോ ചെറിയ പോക്കറ്റ് മണിയോ ഒക്കെ മതിയാകും. ഒന്ന് തൊട്ട് തലോടെ ഇരിക്കാനാണെങ്കിൽ അല്പം കൂടി ക്യാഷ് മുടക്കണം. എന്നാൽ കസ്റ്റമർ റിച്ച് ആണെന്നറിഞ്ഞാൽ ഏജന്റുമാർ തന്നെ മുൻകൈയെടുത്ത് ലേഡീസിനെ മുറിയിലെത്തിക്കുകയാണ് പതിവ്. പാർട്ടിക്ക് ശേഷം ആഫ്റ്റർ പാർട്ടി നടത്തി പോകുന്ന ഈ ലേഡീസ് ഒരു രാത്രിക്ക് 5 അക്ക സംഖ്യ വരെയാണ് ഈടാക്കുന്നത്. സ്പായിൽ തെറാപ്പിസ്റ്റുകളായി ജോലി ചെയ്യുന്നവരാണ് ഇവരിലേറെയും. ഇവരുടെ ഫോട്ടോ കസ്റ്റമറിന് നൽകിയാണ് ഡീൽ ഉറപ്പിക്കുന്നത്. എൻജോയ്മെന്റിനൊപ്പം കൈനിറിയെ പണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. വില കൂടിയ വസ്ത്രങ്ങളും മൊബൈൽ ഫോണുകളും സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് കോളേജ് കുമാരികളെ ഇതിലേക്ക് എത്തിക്കുന്നതെന്ന് ഇത്തരത്തിൽ സംഘത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി പറഞ്ഞു. ഒരാൾ ഇതിലേക്ക് വന്നാൽ അവരുടെ സഹപാഠികളെയും കൂടെ താമസിക്കുന്നവരെയും ഒക്കെ സംഘത്തിലേക്ക് പിന്നീട് എത്തിക്കാൻ ശ്രമിക്കും. അതേസമയം കൊച്ചി സ്വദേശികളായ പെൺകുട്ടികളും ഇതിൽ പെട്ടു പോകുന്നുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത. പെൺകുട്ടികൾക്കിടയിൽ മദ്യപാനശീലവും പുകവലിയും വർദ്ധിച്ചിട്ടുണ്ട്. ബാറുകളിൽ ഷുഗർ ഡാഡീസിനെ കണ്ടെത്തി അവരെ വളച്ച് പണവും ഗിഫ്റ്റും അതോടൊപ്പം സെക്സും ആസ്വദിക്കുന്ന പെൺകുട്ടികളും കൊച്ചിയിലെ ബാറുകളിൽ പതിവ് കാഴ്ചയാണ്. DJ പാർട്ടികളിൽ ലഹരി വിൽപ്പനയും നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ആഡംബര ബാറിൽ നടന്ന തർക്കത്തെ തുടർന്ന് DJ പാർട്ടിക്കിടെ തോക്കും വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് പുലർച്ചെ 2:30 എറണാകുളം മറൈൻ ഡ്രൈവിൽ സഭ്യത വിട്ട് പെരുമാറിയ കോളേജ് വിദ്യാർത്ഥികളിലെ പെൺകുട്ടി പെട്രോളിങ്ങിനിടെയുണ്ടായ പോലീസ് സംഘത്തോട് തങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമെന്ന് ചോദിച്ച് കയർക്കുകയാണ് ഉണ്ടായത്. പ്രായപൂർത്തിയായവർ എന്ന നിയമപരിരക്ഷയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നത്. അർദ്ധരാത്രിയിൽ ആൺ സുഹൃത്തിനൊപ്പം കൊച്ചിയുടെ രാത്രി വൈബ് അറിയാനെത്തുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് അവർക്കൊപ്പം അയക്കുകയാണ് പോലീസ് പലപ്പോഴും ചെയ്യാറുള്ളത്.